ജനതാദൾ എന്ന പേരുപേക്ഷിച്ച് പുതിയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചെന്ന് മാത്യു ടി തോമസ്. പുതിയ പാർട്ടി പിന്നീട് പ്രഖ്യാപിക്കും. കേരള ഘടകം പുതിയ പാർട്ടിയാകുമെന്നും ഒരു രൂപത്തിലും ബിജെപിയുമായി ഒരുമിച്ച് പോകാനില്ലെന്നും മാത്യു ടി തോമസ് പറഞ്ഞു. തിരുത്തലുകൾ വരുത്തി LDF കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകണമെന്നും മാത്യു ടി തോമസ് പറഞ്ഞു. ഒരു രൂപത്തിലും BJPയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ ഘടകമായി കേരളത്തിലെ ഘടകം അറിയപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് മറ്റ് നിയമ പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് നിലവിലുള്ള ജനപ്രതിനിധികൾക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണെങ്കിലും നിയമസഭയിലാണ് ജനപ്രതിനിധികൾക്ക് അവരെ തെരഞ്ഞെടുത്തയച്ച ജനങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകാത്ത രീതിയിലുള്ള നടപടികളിലേക്ക് നീങ്ങുവാനാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ജനതാദൾ എന്ന പേര് കേരളത്തിലെ പാർട്ടി ഉപേക്ഷിക്കേണ്ടി വരും. ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ ചില ആളുകളെ ചുമതലപ്പെടുത്തുകയാണ്. ആ പാർട്ടിയിലേക്ക് പിന്നീട് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പാർട്ടിയിലേക്ക് പിന്നീട് കേരളത്തിലെ ഘടകം ലയിച്ച് ചേരാനാണ് ഇപ്പോൾ ഉള്ള ആലോചന. നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. റിനു ശ്രീധർ നൽകും കൂടുതൽ വിവരങ്ങൾ. റിനു ടെലിഫോൺ ലൈനിലുണ്ട്. റിനു ശ്രീധർ, ഈ തീരുമാനം വൈകുന്നത് എന്തുകൊണ്ട് എന്നുള്ളൊരു വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു JDS കേരള ഘടകം. ഇപ്പോഴവർ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും പുതിയ പാർട്ടിയുടെ രൂപീകരണം അടക്കമുള്ള കാര്യങ്ങൾ എന്നതിലൊരു വ്യക്തത ഇപ്പോൾ ആയിട്ടുണ്ടോ? സുജയ, NDAയുമായി ചേരാനുള്ള JDSന്റെ ദേശീയ തലത്തിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കേരള ഘടകം രംഗത്ത് എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ വലിയ വിമർശനം ഉയർന്നിരുന്നു. ഒപ്പം കേരളത്തിൽ LDFനൊപ്പം നിൽക്കുന്ന JDS കേരള ഘടകത്തിന് CPMന്റെ ഭാഗത്തു നിന്നും LDFിലെ മറ്റ് ഘടകകക്ഷികളിൽ നിന്നും വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് JDSന്റെ സംസ്ഥാന നേതൃയോഗം ചേരുകയും ഇത്തരത്തിൽ പുതിയൊരു പാർട്ടിയായി തീരുമാനിക്കുവാനുള്ളൊരു തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തു. നേരത്തെ സമാജ്വാദി പാർട്ടിയിൽ അടക്കം പോകുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നെങ്കിലും ഇന്നിപ്പോൾ പുതിയ പാർട്ടിയിലേക്ക് പോകാനാണ് ഇപ്പോൾ കേരള ഘടകം തീരുമാനിച്ചതായി സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസ് വാർത്താ സമ്മേളനം നടത്തി അറിയിച്ചത്. പുതിയ പാർട്ടി ഏത് രീതിയിലാകുമെന്നോ അല്ലെങ്കിൽ എന്താണ് പുതിയ പാർട്ടിയുടെ പേരെന്നോ നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ കൃത്യമായി തന്നെ പുതിയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് മാത്യു ടി തോമസ് പറഞ്ഞത്. അതിനായി ഒരു പാർട്ടിയിലെ സംസ്ഥാന സമിതി അംഗങ്ങളുടെ തന്നെ പ്രത്യേക ഒരു ടീമിനെ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം നിലവിൽ ഇപ്പോൾ JDSന് MLAമാരുണ്ട്, ഒപ്പം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇവരുടെയൊക്കെ തന്നെ ഈ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കുള്ള കാര്യങ്ങളിൽ നിന്ന് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലായിരിക്കും പുതിയ പാർട്ടി തീരുമാനിക്കുക. എന്തായാലും ജനതാദൾ എന്ന് പറയുന്ന ഒരു പേര് നിലവിൽ ഉപേക്ഷിക്കുകയാണ്. പുതിയ പാർട്ടിയായി ഇടതുപക്ഷത്തിനൊപ്പം കേരളത്തിൽ നിൽക്കാനാണ് തീരുമാനമെന്നാണ് മാത്യു ടി തോമസ് അല്പസമയം മുമ്പ് റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്.